അവരെത്ര പേപ്പർ വാങ്ങുന്നു, അവരെന്തുമാത്രം ഫാസ്റ്റായിട്ട് പോകുന്നു, ഇതൊന്നും ശ്രദ്ധിക്കരുത്. നിങ്ങളുടെ ടാസ്ക് വരിക, മറ്റുള്ളവരെ ശ്രദ്ധയൊന്നും ഇടയ്ക്ക് മറ്റ് മാൽ പ്രാക്ടീസസുകളോ അതിനുള്ള ശ്രമങ്ങളോ ഒന്നും ചെയ്യാൻ പോകണ്ട. കാരണം ഇതൊന്നും ആവശ്യമില്ലാത്ത രീതിയിലാണ് ഇങ്ങനെ എക്സാമിനേഷൻ പൂർത്തിയാക്കുക. പരീക്ഷ കഴിഞ്ഞ് വന്നാൽ സാധിക്കുമ്പോൾ അവർക്കെല്ലാവർക്കും ജനറൽ ആശംസ കൊടുത്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന ചോദ്യങ്ങൾക്ക് അധികം ചെവി കൊടുക്കാതെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുക എന്നുള്ളതാണ്. ചെന്ന് കഴിഞ്ഞാലും പരീക്ഷ കഴിഞ്ഞാൽ ഉടനെയും ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു, ഏതൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി എന്നുള്ളത് നോക്കാൻ പോകരുത്. കാരണം അത് നമുക്ക് ചിലത് മിസ് ചെയ്തല്ലോ, തെറ്റായി പോയല്ലോ എന്നുള്ളത് പിറ്റേ ദിവസത്തെ പരീക്ഷയെ ബാധിക്കും. ഇതെല്ലാ പരീക്ഷയും കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കാം. സാവധാനം വേണ്ട റെസ്റ്റൊക്കെ എടുത്തിട്ട് അടുത്ത ദിവസം പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക. ഇത്രയും ചെറിയ രീതിയിൽ ഒരുങ്ങിയാൽ തന്നെ കാര്യങ്ങളെല്ലാം സുഗമമായിട്ട് നടക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ കോൺസെൻട്രേഷൻ്റെയും കോൺഫിഡൻസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു. എന്നാലും ചില കുട്ടികളെങ്കിലും കാണും ഇനി എനിക്ക് പഠിച്ചാൽ ഒരു രക്ഷയില്ല, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികളാണ്. അവർക്കൊരു കുറച്ചും കൂടി ഒരു ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയില്ല, ഒരു പോസിറ്റീവ് തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ? ഈ ഒരു രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ പേഴ്സണൽ മെൻ്റൽ കോച്ചിങ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു മനഃശാസ്ത്ര മെത്തേഡ് ഇപ്പം നമ്മൾ സൈക്കോളജിസ്റ്റുകളുടെ ലെവലിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ പോസിറ്റീവ് മെൻ്റൽ കോച്ചിങ് എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്യത്തിലേക്ക് എടുക്കാൻ കുട്ടികൾ പറയാണ്, സാറേ ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ എനിക്ക് വിജയിക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, നിനക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ നിന്റെ മനസ്സിനെ അതിലേക്ക് ഒരുക്കുന്ന ഒരു പ്രക്രിയയാണ്. പേരൻസ് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഞങ്ങളെല്ലാവരും ചേർന്നൊരു ടീം വർക്കിലാണ് നടക്കുക. പരീക്ഷയ്ക്ക് മുമ്പ് 3-4 കൺസൾട്ടേഷനൊക്കെയാണ് ഇതിനകത്ത് വരിക. ഈ തലത്തിലേക്ക് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുട്ടിയുടെ മനസ്സിലേക്ക് ലേണിംഗ് സ്ട്രാറ്റജീസ്, അങ്ങനെ ഒരുപാട് സപ്പോർട്ടീവ് നമ്മൾ പെർഫോമൻസ് എൻഹാൻസ്മെൻറ്റ് തെറാപ്പീസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിനെ ബൂസ്റ്റ് ചെയ്ത് കുട്ടിയെ ആ ലെവലിലേക്ക് എത്തിക്കാനുള്ളൊരു സംവിധാനമാണ് പേഴ്സണൽ മെൻ്റൽ കോച്ചിങ്. A+ വിന്നേഴ്സായിട്ടൊക്കെ പറയുന്ന പല ആൾക്കാരൊക്കെ ഇത് പലപ്പോഴും ഉപയോഗിക്കാറുള്ളതാണ്. കുട്ടിക്ക് തന്നെ ഇത് ഉപയോഗിക്കാവുന്നതിൻ്റെ ഇത് ഇനി നമ്മൾ അടുത്ത് വന്നാൽ പോലും ഇല്ലെങ്കിലും പ്രാക്ടീസ് ചെയ്യാവുന്ന ചില രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന മൊമെൻറ്റിനെ ഒരു യുദ്ധമായിട്ട് തന്നെ കാണുക. ഈ യുദ്ധത്തിലേക്ക് ഞാൻ ഒരുങ്ങുകയാണ്, എനിക്ക് ഡു ഓർ ഡൈ എന്ന് പറഞ്ഞാൽ ഡൈ ഒന്നുമില്ല, ഡു മാത്രമേ ഉള്ളൂ, നമ്മൾ മരിക്കാനൊന്നും പോകുന്നില്ല, എനിക്ക് നേടാൻ സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുക. ഈ ലോകം മുഴുവനും നിങ്ങൾക്കെതിരെ നിന്നാലും പലരും നിങ്ങളെ കളിയാക്കിയാലും നീയാണോ മാർക്ക് വാങ്ങാൻ പോകുന്നത് വിചാരിച്ച് ആരെങ്കിലുമൊക്കെ കളിയാക്കി പറഞ്ഞാലും പ്രിയപ്പെട്ട കൂട്ടുകാരനും കൂട്ടുകാരിയും അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തന്നെ നിരന്തരമായിട്ട് വിശ്വസിക്കുക, ഉറച്ച് വിശ്വസിക്കുക. വിശ്വസിക്കുന്നത് അനുസരിച്ച് മുറിയിലൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക, സാധിക്കുന്നതൊക്കെ എഴുതിയിടുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് നിങ്ങളുടെ ചിന്തകൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലേക്ക് എത്താനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും എല്ലാ പേരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാൻ ഈ ഒരു ടോക്ക് സഹായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം താങ്ക് യു, ഇത്രയും നേരം വനിതയുമായിട്ട് സഹകരിച്ചതിന്, വനിതയിൽ വന്നതിനും സഹകരിച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു. ഇനി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പരീക്ഷയ്ക്ക് എങ്ങനെ നന്നായി തയ്യാറെടുക്കാമെന്നാണ് സൈക്കോളജിസ്റ്റ് വിപിൻ നമ്മളോട് ഇത്രയും നേരം പറഞ്ഞത്. എന്തായാലും മാതാപിതാക്കളും കുട്ടികൾക്കും ഇന്നത്തെ വനിത ഏറെ പ്രയോജനപ്പെട്ട് കാണുമെന്ന് ഞങ്ങൾ കരുതുന്നു. വനിതയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? തീർച്ചയായും ഞങ്ങൾക്ക് എഴുതുക. ഇതിന്റെ വിലാസം ഇതാണ്: പ്രൊഡ്യൂസർ വനിത, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. വനിത ഞങ്ങളുടെ വെബ്സൈറ്റിലും കാണാവുന്നതാണ്. വെബ് ID ഇതാണ്: www.manoramanews.com/vanita. ഇന്നത്തെ വനിതാ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുന്നു. അല്പസമയത്തിൽ മനോരമ ന്യൂസിൽ വാർത്തകൾ.